അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം സൂറത്തുൽ ബഖറയിലെ 36 ആയത്തുകൾ പാരായണം ചെയ്യുന്ന രൂപം പഠിച്ചു. ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ്സിൽ നമുക്ക് തുടർന്നുള്ള ഏതാനും ആയത്തുകളും പഠിക്കാം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. എല്ലാവരും മുസ്ഹഫ് തുറന്ന് സൂറത്തുൽ ബഖറയിലെ 37-ാമത്തെ ആയത്തിലേക്ക് ശ്രദ്ധിച്ചു നോക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فتلقى آدم من ربه كلمات فتاب عليه إنه هو التواب الرحيم. فتلقى آدم. ഇവിടെ ഖാഫിന് ഫത്ഹാണ്, ശേഷം അലിഫും അതിൻ്റെ ശേഷം ഹംസയും. ഇങ്ങനെ മദ്ദക്ഷരത്തിന് ശേഷം ഹംസ വന്നാൽ മദ്ദക്ഷരമായ അലിഫ്, ഈ പദത്തിൽ അലിഫാണല്ലോ വന്നത്, മദ്ദക്ഷരമായ അലിഫാവാം, വാവാവാം, യാ ആവാം. ഇങ്ങനെ മദ്ദക്ഷരമായ അലിഫ്, വാ, യാ ഈ ഹർഫുകളിൽ ഏതെങ്കിലും ഒരു ഹർഫിന് ശേഷം ഹംസ വന്നാൽ നന്നായി നീട്ടണം, മദ് ചെയ്തുകൊണ്ടാണ് ഓതേണ്ടത്. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നാം പറഞ്ഞതാണ്. അതുകൊണ്ട് ഈ പദത്തിലും നന്നായി മദ് ചെയ്തുകൊണ്ട് ഓതുക. ഫതലഖാ ആദം മിർ റബ്ബിഹി. മിൻ സുക്കൂനുള്ള നൂനാണ്, തൊട്ടു ശേഷം റാ. ഇങ്ങനെ സുക്കൂനുള്ള നൂനിന് ശേഷം റാഓ ലാമോ വന്നാൽ ഇദ്ഗാമും ബിലാഗുന്നയാണ്. സുക്കൂനുള്ള നൂനെന്ന് മാത്രമല്ല, സാക്കിനായ നൂനിൻ്റെയോ തൻവീൻ്റെയോ ശേഷം ലാമോ റാओ വന്നാൽ ഇദ്ഗാമും ബിലാഗുന്ന, ഉന്നത്തു കൂടാതെ മടിക്കാതെ ഇദ്ഗാം ചെയ്തുകൊണ്ടാണ് ഓതേണ്ടത്. ഇവിടെ ചിലരൊക്കെ ഓതാറുണ്ട് മിൻ റബ്ബിഹി എന്ന് ഓതാറുണ്ട്. ആ പാരായണം ശരിയായ രൂപത്തിലുള്ള പാരായണമല്ല, മിർ റബ്ബിഹി എന്നാണ് ഓതേണ്ടത്. മിർ റബ്ബിഹി കലിമാതിൻ ഫതബ അലൈഹി. കലിമാതിൻ ഫതബ മണിക്കണം, ഇഖ്ഫാ ചെയ്യണം, മറച്ചു മണിച്ചുകൊണ്ടാണ് ഓതേണ്ടത്. ഇന്നഹു ഹുവത്തവ്വാബുർ റഹീം. ഇന്നഹ് ശദ്ദുള്ള നൂനാണ്, നന്നായി മണിക്കണം. ഹുവത്തവ്വാബ്, ഹുവത്ത തവ്വാബുർ റഹീം. അടുത്ത ആയത്ത് ഖുൽനാ ഹ്ബിതു മിൻഹാ ജമീഅ. ഖുൽനാ ഹ്ബിതു, ഖുൽനാ ഹ്ബിതു ഈ പദത്തിൽ നാം ശ്രദ്ധിക്കണം. പലരും ഇവിടെ ഓതാറുള്ളത് ഖുൽനാ ഹ്ബിതു താ ആയിട്ടാണ്. താ ആയിട്ട് തന്നെ ഓതണം. ഖുൽനാ ഹ്ബിതു മിൻഹാ ജമീഅ. മിൻഹാ ജ ജീം. മിൻഹാ ജമീഅ. ഫഇമ്മാ യഅതിയന്നകും. ഫഇമ്മാ നന്നായി മണിക്കണം. ഫഇമ്മാ യഅതിയന്നകും. യഅതി എന്ന് ഹംസയിൽ ഖൽഖലത്ത് കൊടുക്കേണ്ടതില്ല. യഅതിയന്നകും മിന്നി. യഅതിയന്നകും നന്നായി മണിക്കണം. മിന്നി അവിടെയും നന്നായി മണിക്കണം. ഹുദൻ ഫ അവിടെയും മണിക്കണം. ഫമൻ തബിഅ ഈ പദത്തിലൊക്കെ മണിച്ചുകൊണ്ടാണ് ഓതേണ്ടത്. ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ فمن تبع هداي
ഹുദായ്, ഹുദായ എന്ന പദത്തിൽ വഖഫ് ചെയ്യുമ്പോൾ ഹുദായ എന്നല്ല, ഹുദായ്. فمن تبع هداي فلا خوف عليهم ولا هم يحزنون. فلا خوف خوف عليهم ഇളഹാർ ചെയ്യണം. ഖൗഫുൻ അലൈഹിം വലാഹും, അവിടെയും ഇളഹാർ ചെയ്തുകൊണ്ടാണ് ഓതേണ്ടത്. വലാഹും യഹ്സനൂൻ. അടുത്ത ആയത്ത് والذين كفروا وكذبوا بآياتنا أولئك أصحاب النار هم فيها خالدون. والذين والذين كفروا وكذبوا بآياتنا أولئك ഇവിടെയും നന്നായി നീട്ടിയിട്ടാണ് ഓതേണ്ടത്. ബിആയാതിനാ ഹംസ വന്നു. ഉലൈക് ഈ രണ്ട് പദത്തിലും നന്നായി മദ്ദ് ചെയ്യണം. ബിആയാതിനാ ഉലൈക അസ്ഹാബുൻ നാർ. അസ്ഹാബുൻ നാർ ഇവിടെയും മണിച്ചുകൊണ്ടാണ് ഓതേണ്ടത്. ഷദ്ദുള്ള നൂനാണല്ലോ, അതുകൊണ്ട്. ഹും ഫീഹാ ഖാലിദൂൻ. നാം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഓരോ ആയത്തുകളും 2 തവണ നമുക്ക് ഓതാം. ആദ്യത്തെ തവണ ഞാൻ ഓതും, രണ്ടാമത്തെ തവണ നിങ്ങൾ എൻ്റെ കൂടെ ഞാൻ ഓതുന്നത് പോലെ ഓതുക. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. فتلقى آدم من ربه كلمات فتاب عليه إنه هو التواب الرحيم. فتلقى آدم من ربه كلمات فتاب عليه إنه هو التواب الرحيم. قلنا اهبطوا منها جميعا فإما يأتينكم مني هدى فمن تبع هداي فلا خوف عليهم ولا هم يحزنون. قلنا اهبطوا منها جميعا فإما يأتينكم مني هدى فمن تبع هداي فلا خوف عليهم ولا هم يحزنون. والذين كفروا وكذبوا بآياتنا
أولئك أصحاب النار هم فيها خالدون والذين كفروا وكذبوا بآياتنا أولئك أصحاب النار هم فيها خالدون. നാം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഹിഫ്ളിലേക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സുകളിലായി സൂറത്തുൽ വാഖിഅയിലെ 40 ആയത്തുകൾ നാം കാണാതെ പഠിച്ചു. ഇന്ന് ഏതാനും ചില ആയത്തുകളും നമുക്ക് പഠിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وأصحاب الشمال ما أصحاب الشمال في سموم وحميم وظل من يحموم لا بارد ولا كريم إنهم كانوا قبل ذلك مترفين وكانوا يصرون على الحنث العظيم. അടുത്ത ക്ലാസ് ആവുമ്പോഴേക്ക് ഈ ആയത്തുകളൊക്കെ കാണാതെ പഠിക്കുക. അതോടൊപ്പം മുമ്പ് പഠിച്ച ആ ആയത്തുകളും ചേർത്ത് ആവർത്തിച്ച് ഓതി പഠിക്കണം. ഒരു തെറ്റും കൂടാതെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് പഠിക്കാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.